സിസ്റ്റർ ഷേർലി, ഞങ്ങളുടെ മാനേജർ സിസ്റ്റർ, അദ്ദേഹത്തിന്റെ ഭാര്യ അമ്പിളി, ടീച്ചർ ജംഷിരിക്ക, എന്റെ പ്രിയ കുഞ്ഞുമക്കൾ, നമ്മളിന്ന് വളരെ ഒരു സന്തോഷത്തിന്റെ ദിനത്തിലാണ്. കാരണം നമുക്ക് പനി വരുമ്പോൾ, അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ചികിത്സിക്കുന്ന നമ്മുടെ ഡോക്ടർമാരിന്ന് അവരുടെ ദേശീയ ദിനം ആഘോഷിക്കുകയാണ്, അല്ലേ? അപ്പൊ നമുക്ക് അവരെ ആദരിക്കണ്ടേ? നമ്മുടെ ഈ പ്രദേശത്തിന് തന്നെ അനുഗ്രഹമാണ് നരേഷ് ഡോക്ടർ. കാരണം അദ്ദേഹം നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഓടി ചെല്ലുവാൻ അദ്ദേഹമാണുള്ളത്. വേഗം ചെന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും മരുന്നുകളും ഒക്കെ തന്ന് നമ്മളെ ആശ്വസിപ്പിച്ചയക്കും, അല്ലേ? അപ്പൊ ഈ ഡോക്ടർമാരെ ആദരിക്കുന്നത് നമ്മുടെ കടമയല്ലേ? അതിനായി നമുക്ക് ഈ ദിനം ഉപയോഗിക്കാം. ഈ ദിനത്തില് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയ നരേഷ് ഡോക്ടർക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം അറിയിക്കുന്നു. ജസീല ടീച്ചർ വളരെ നല്ല ടീച്ചറാണ്. ഉത്തരവാദിത്വ ബോധമുള്ള, സ്നേഹമുള്ള, കുട്ടികളുടെ ഹൃദയം കീഴടക്കിയ ടീച്ചറാണ്. ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. ജംഷീദിക്ക, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ജംഷീദിലേക്കും സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നിങ്ങൾ കുഞ്ഞുമക്കളെ, നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിൽക്കുന്നു. അടുത്തതായി 2 വാക്കുകൾ ഷേർലിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അപ്പൊ നമ്മള് ആദ്യമായിട്ടാണെങ്കിൽ ഇന്നലെ രാത്രിയിലാണ് ടീച്ചറൊന്ന് വിളിക്കുന്നത്. നമുക്ക് ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ഇന്ന് രാവിലെ ഞാൻ ഡോക്ടറിനെ വിളിച്ചപ്പോ ഡോക്ടർ ഇന്ന് ഡോക്ടേഴ്സ് ഡേ തന്നെയാണോ, ആനക്കാലയുടെ വലുപ്പം അറിയത്തില്ലാതെ ഡോക്ടർ തന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ശരിക്കും ഡോക്ടർ എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോ അത് വലിയൊരു പദവിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ത്യാഗമാണ് അവർ ചെയ്തെന്ന്. ഈ നാടിനും സമൂഹത്തിനും ഒക്കെ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി അവരുടെ കഷ്ടപ്പാടുകള്, ബുദ്ധിമുട്ടുകളൊക്കെ ലോകം കാണുമ്പോൾ ശരിയാണ് ഡോക്ടർ എന്ന് പദവി പക്ഷെ അവരിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങള് അപ്പൊ ഞാന് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഗുണമുള്ള ഒരു അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ എത്ര ഇതേ ഉള്ളൂ? ഏതെങ്കിലുണ്ടോ? സോപ്പിട്ട് വരില്ലേ? സോപ്പ് വരില്ലേ? വേറെ ആരെങ്കിലും അല്ലാതെ ഏതെങ്കിലും രീതി കൈകളുണ്ടോ? എത്ര തവണ ആകും ഇങ്ങനെ? ഒരു തവണ ഇങ്ങനെ. അപ്പൊ നമ്മൾ എങ്ങനെ കൈകഴുകുന്ന അറിയാമോ? എങ്ങനെ കൈകഴുകുന്നത് കാണിക്കുന്നത്? എങ്ങനെ കൈകഴുകുന്നു? ഇങ്ങനെ. പിന്നെ എന്ത് ചെയ്യും? ഇത്രേ ഉള്ളോ? ഏതെങ്കിലും ഉണ്ടോ? സോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴുകാൻ ആണോ? വേറെ ഒരാൾക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് അതെങ്ങനെ കഴുകാൻ കാണിച്ചു? അവിടെ നിന്ന് കാണിച്ചു. ഇന്ന് ഇല്ലല്ലേ? അപ്പൊ ഈ
ഇടയ്ക്ക് നമ്മൾ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ വൈകാതെ പോകത്തില്ലേ? പോവോ? എല്ലാരും ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ കേട്ടോ. എല്ലാരും ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തോ? എല്ലാരും ചെയ്തു. ഒരാൾ ചെയ്തില്ല അവിടെ. എല്ലാരും മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ പോയിരിക്കട്ടെ. ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ എല്ലാരും ചെയ്തു. സുഖമായി സ്റ്റെപ്പ് നമ്പർ 2 കിട്ടിയോ? ആദ്യം ഇങ്ങനെ പിന്നെ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ഇതാ കണ്ടോ? ഇപ്പൊ എത്ര ഈ step നഖത്തിന്റെ ഇവിടെ ഇങ്ങനെ 3 സ്റ്റെപ്പായി അല്ലേ? സ്റ്റെപ്പ് നമ്പർ 1. മോളുടെ സ്റ്റെപ്പ് ഏതാ? ഇങ്ങനെ മോളുടെ സ്റ്റെപ്പ് ഏതാ? ഇങ്ങനെ മോളുടെ സ്റ്റെപ്പ് ഏതാ? ഇങ്ങനെ. അപ്പൊ 3 സ്റ്റെപ്പ്. എത്ര രൂപ? ഇത് 4ാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ ഇതാ ഇങ്ങനെ രണ്ട് കൈ ഇട്ടോ. ഇട്ടോ. ഇങ്ങനെ കേട്ടോ. എല്ലാരും ചെയ്തേ? കിട്ടിയോ? 4 സ്റ്റെപ്പ് കിട്ടിയോ? അപ്പൊ 4 സ്റ്റെപ്പായി. ഇനി രണ്ടു നേരത്തെ ആ, ചെറുതായിട്ട്. നീ എന്തിനാ ഒന്നാമത്തെ ഇനി 5ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് കൊടുക്കാം. ഇനി 5ാം സ്റ്റെപ്പ്. ഇനി 5ാമത്തെ കേട്ടോ. ഇത് സ്റ്റെപ്പ് ചെയ്താ കേട്ടോ. ഇത് ചെയ്തു. അവിടെ ആ അങ്ങനെ. ഓക്കെ. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് കാണിച്ചേ മോന്റെ സ്റ്റെപ്പ് കാണിച്ചേ. ഫൈസാൻ സ്റ്റെപ്പ് ഏതാ? ആ കണ്ടല്ലോ. 2ാം സ്റ്റെപ്പ് മോള് കാണിച്ച്. മോളുടെ സ്റ്റെപ്പ് ഏതാ? ഇങ്ങനെ. മോളുടെ സ്റ്റെപ്പ് ഏതാ? ഇങ്ങനെ അല്ലേ? പിന്നെ അവിടെ ഓക്കെ. പിന്നെ മോന്റെ സ്റ്റെപ്പ് ഏതാ? ഇതല്ലേ? മോന്റെ സ്റ്റെപ്പ് ഏതാ? ഇത്. എല്ലാവരും കിട്ടിയോ? എല്ലാവരും മനസ്സിലായോ?